ഹിമാചൽ പ്രദേശിലെ പ്രളയത്തെ തുടർന്ന് 25 മലയാളികളും കുടുങ്ങി. ഇതിൽ 3 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. കൽപ്പ എന്ന സ്ഥലത്ത് കുടുങ്ങിയെന്ന സംഘത്തിലുള്ള കൊച്ചി സ്വദേശി ജിസാൻ സാവോ പറഞ്ഞു. നിലവിൽ സുരക്ഷിതരാണെന്നും അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടെന്നും സാവോ പറഞ്ഞു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണോ വിവരം? തീർച്ചയായും ദിവ്യ, ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ 25 പേരടങ്ങുന്ന ഒരു സംഘമാണ് കൽപ്പ എന്ന പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. സ്പിറ്റിയിൽ നിന്നും കൽപ്പയിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിൽ എത്താനാകാതെ 2 ദിവസമായി ഇവിടെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ സംഘത്തിലുള്ള ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നിലവിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നവരിൽ 18 പേരും മലയാളികളാണ്. ഇതിൽ 3 പേരാണ് കൊച്ചിയിൽ നിന്നുള്ളവർ. ഓഗസ്റ്റ് 25-നാണ് ഇവർ ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഭക്ഷണവും വെള്ളവും അടക്കം അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവാണെന്നും ഷിംലയിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് ഈ മലയാളികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഇവർ സുരക്ഷിതരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അധികൃതരുമായി ബന്ധപ്പെടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൊച്ചി സ്വദേശിയായ ജിസാൻ സാവോ എന്ന ആളുമായി സംസാരിച്ചു. ഇയാൾ ടൂർ ഓപ്പറേറ്ററാണ്. ഇയാൾ പറഞ്ഞത് നിലവിൽ സുരക്ഷിതരാണ്, അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തങ്ങളെ എത്രയും പെട്ടെന്ന് ഷിംലയിൽ എത്തിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ദിവ്യ, നിതിൻ, ഇതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നാണോ അറിവ്? തീർച്ചയായും 25 അംഗ സംഘമാണ് ഡൽഹിയിൽ നിന്നും പോയിട്ടുള്ളത്. ഇതിൽ 18 പേർ മലയാളികളാണ്. ഇവരിൽ കുട്ടികൾ, കുടുംബങ്ങളായി പോയവരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അപ്പോൾ ഇതിൽ ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കുട്ടികളുണ്ട്. 25 പേരിൽ 18 പേർ മലയാളികളാണ്. ഇതിൽ 3 പേരാണ് കൊച്ചിയിൽ നിന്നുള്ളവർ. അപ്പോൾ ഇവർ ടൂർ ഓപ്പറേറ്റർ വഴി പോയതാണ്. ഇപ്പോൾ ഇവരുടെ ഈ രക്ഷാപ്രവർത്തനം, അവരെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നതൊക്കെ എങ്ങനെയാണ് നടന്നു വരുന്നത്? തീർച്ചയായും ഇപ്പോൾ കൽപ്പ എന്നൊരു സ്ഥലത്താണ് കുടുങ്ങിക്കിടക്കുന്നത്. സ്പിറ്റിയിൽ നിന്നാണ് ഇവർ പോയത്. സ്പിറ്റിയിൽ നിന്നും ഇത്തരത്തിൽ ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ കൽപ്പ എന്നൊരു സ്ഥലത്താണ് നിലവിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ ഇവർക്ക് അവിടെ നിന്നും എങ്ങോട്ടും റോഡ് മാർഗം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല, എങ്ങോട്ടും യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അടിയന്തരമായ ഇടപെടൽ, അത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് അവർ പറയുന്നത്. അവർ ഈ കൂട്ടത്തിലുള്ള സാവോ, മലയാളി, അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവർ ഇപ്പോൾ അവിടെ ഹോട്ടലിൽ നിൽക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും താൽക്കാലിക സൗകര്യമാണോ അവർക്ക് ഒരുക്കിയിട്ടുള്ളത്? ഇവർക്ക് തൽക്കാലം അവിടെ ഒരു താൽക്കാലിക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൊച്ചി സ്വദേശിയായ ജിസാൻ സാവോ, ഇയാൾ ടൂർ ഓപ്പറേറ്ററാണ്. ഒരു ടൂർ ഓപ്പറേറ്റർ സംഘം വഴിയാണ് ഇവർ ഇത്രയും ആളുകൾ ഈ വിനോദയാത്രയ്ക്കായി പോയിരുന്നത്. അപ്പോൾ നിലവിൽ അവർക്കൊരു താൽക്കാലിക താമസ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് അവരുടെ കയ്യിലുള്ള ഭക്ഷ്യസാധനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മാർഗങ്ങളൊന്നുമില്ല, എങ്ങോട്ട് പോകാനുള്ള ഒരു മാർഗവും അവർക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു താൽക്കാലിക താമസ സൗകര്യം നിലവിലുണ്ട്. അപ്പോൾ അധിക നേരം അവർക്ക്, അല്ലെങ്കിൽ അധിക ദിവസം അവിടെ എങ്ങനെ അവർക്ക് നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര ഇടപെടൽ അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ അവർ സുരക്ഷിതരാണ് എന്ന് അവർ അറിയിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിലുള്ള ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരുടെ ഒരു ഇടപെടലാണ് അവർ നിലവിൽ ആഗ്രഹിക്കുന്നത്. ഇതിലിപ്പോൾ സർക്കാരിന്റെ പ്രതിനിധികൾ ആരെങ്കിലും അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണോ പറയുന്നത്? നിലവിൽ അവർ ചില ആളുകളുമായി ബന്ധപ്പെട്ട്, ആരോടാണ് ബന്ധപ്പെട്ടതെന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ആളുകളോട്, ബന്ധപ്പെട്ട അധികൃതരോട് അവർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അവർ കൃത്യമായ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പ് നൽകിയതായി അവർ പറയുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള മലയാളി അസോസിയേഷനുകളൊക്കെ തന്നെ ഇവരെ ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങളൊക്കെ എത്തിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ നിന്നും, കൽപ്പയിൽ നിന്നും ഡൽഹിയിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ ഷിംലയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അവിടെ നിന്നിപ്പോൾ ഡൽഹിയിലേക്ക് വരണമെങ്കിൽ റോഡ് മാർഗം പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? തീർച്ചയായും ഇവർ സ്പിറ്റി എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ ഷിംലയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ കൽപ്പയിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് തിരികെ റോഡ് മാർഗം ഡൽഹിയിലേക്ക് പോകാൻ പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ അവരെ നിലവിൽ അധികൃതർ അതുമായി ബന്ധപ്പെട്ട്, ഈ മലയാളി അസോസിയേഷനിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് അധികാരികൾ അല്ലെങ്കിൽ അധികൃതരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവരെ കൽപ്പയിൽ നിന്നും തിരികെ ഡൽഹിയിലേക്ക് എത്തിക്കാനാണ് നിലവിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് മാർഗം അസാധ്യമായിരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവരുടെ ഹോട്ടലിലെത്തി ബന്ധപ്പെട്ട അധികാരികൾ
ഇവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നിലവിൽ ഇവർ സുരക്ഷിതരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിലുള്ള ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഒപ്പം ഇവരുടെ ഭക്ഷ്യസാധനങ്ങൾ ഇവരുടെ കയ്യിലുള്ള ഭക്ഷ്യസാധനങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിന്റെ ലഭ്യതക്കുറവൊക്കെ ഉള്ളത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ദിവ്യ. യെസ്, ഹിമാചൽ പ്രദേശിലെ പ്രളയത്തെ തുടർന്നാണ് മലയാളികളും കുടുങ്ങിയിരിക്കുന്നത്. 25 പേരിൽ 18 പേർ മലയാളികളാണ് എന്നാണ് അറിയുന്നത്. അതിൽ 3 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. കൽപ്പ എന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. നിധിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്.